പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്ത വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓഗസ്റ്റ് മാസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാസമാണ്. ശിഷ്യന്മാരിൽ വിശുദ്ധ ബർത്തലോമയുടെ പ്രത്യേകമായ തിരുനാൾ, അതേപോലെ തന്നെ നല്ല പവർഫുള്ളായ വിശുദ്ധ അഗസ്റ്റ്യൻ, അതേപോലെ വിശുദ്ധ മോനിക്കാമ്മയുടെ തിരുനാൾ, അതുപോലെ സെൻറ്റ് ഡൊമിനിക്കിൻ്റെ തിരുനാൾ, അതിനേക്കാൾ എല്ലാം ഉപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായിട്ട് തിരുനാൾ ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇവരെല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. അതെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികളെ, കുട്ടികൾ അവരുടെ ജീവചരിത്രമൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് അതെല്ലാം ഇനി അച്ഛനെ കാണുമ്പോൾ വന്ന് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അവർക്ക് സമ്മാനം, അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ വെറുതെ ഇങ്ങനെ നടന്നു പോണ വഴിക്ക് വിശുദ്ധ അഗസ്തീനോസ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, വിശുദ്ധ മോനിക്കാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ ഡൊമിനിക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ ബർത്തലോമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സർവ്വോപരി പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അങ്ങനത്തെ സുഹൃത ജപങ്ങൾ ഈ മാസം ധാരാളം ചൊല്ലി പ്രാർത്ഥിച്ചോ. വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും. ഇതൊക്കെ ആത്മാവ് പറയാൻ പെട്ടെന്ന് തോന്നിപ്പിക്കുമ്പോൾ പറയുന്നതായതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കർത്താവ് കരുതി വെച്ചിട്ടുണ്ടാവും. ഒരുപാട് നാളുകൾ കഴിഞ്ഞൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആവാസം ഈ ശുശ്രൂഷ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ആരാധന, 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 ആരാധന. വലിയ സന്തോഷത്തോടെ, വലിയ ഉണർവോടെ കൈകൾ അടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കട്ടെ. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിച്ചിടാം, ദാഹമോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൽ ക്രിസ്തു സാക്ഷിയാകാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. നന്നായി കൈയടിച്ച് പാടാവോ. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിച്ചിടാം, ദാഹമോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൽ ക്രിസ്തു സാക്ഷിയാകാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, പിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. പരിശുദ്ധാത്മാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, പിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വലിയ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധാത്മാ ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. പരിശുദ്ധയുടെ പ്രത്യേക മധ്യസ്ഥത പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ഓരോ മൂല്യങ്ങളും സുവിശേഷത്തിൻ്റെ ഓരോ വചനങ്ങളും ജീവിക്കാൻ വേണ്ട കൃപ, പ്രഘോഷിക്കാൻ വേണ്ട കൃപ, കർത്താവ് കൊടുക്കാൻ വേണ്ട കൃപ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹാഗ്നി ജ്വലിക്കട്ടെ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിടുവാ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിടുവാ. ദൈവസ്നേഹ പാരമ്യത്തെ ജ്വലിച്ചിടുവാ, ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാ. ദൈവസ്നേഹ പാരമ്യത്തെ ജ്വലിച്ചിടുവാ, ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാ. ഉറവിടമാം ദൈവമേ, എന്നിൽ നിറഞ്ഞിടണേ. അഭിഷേകത്തിൻ കത്തിപ്പ
പരിശുദ്ധാത്മാവേ തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ പിന്നലോളിയായി എന്നിൽ വന്നു പതിക്കണമേ. ഈശോ 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 ഹല 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 യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ കർത്താവേ ഇപ്പോൾ കരങ്ങൾ നീട്ടിയവരെ അനുഗ്രഹിക്കണം. കരങ്ങൾ നീട്ടിയവരെ ആശീർവദിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരം നീട്ടിയപ്പോൾ ആശീർവദിക്കണമേ. രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സുവിശേഷത്തിലെ വചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ, അതിന്റെ മൂല്യങ്ങൾ അത് ചോർന്നു പോകാതെ കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കാൻ വേണ്ട കൃപ, പാലിക്കാൻ വേണ്ട കൃപ, അതിനു വേണ്ടി വില കൊടുക്കാൻ വേണ്ട ധൈര്യം, ലോകത്തിന്റെ മോഹങ്ങളെ ഉച്ഛിഷ്ട പോലെ കരുതാനുള്ള ധൈര്യം, ഉപേക്ഷയുടെ അഭിഷേകം ഇപ്പോൾ ഓരോ ദാസന്മാരിലേക്ക് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് പ്രത്യേക ഗിഫ്റ്റായത് ഭക്ഷിക്കുന്ന ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ, വിശുദ്ധ ബർത്തലോമിയ ശിഷ്യന്റെ ഒക്കെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വിശുദ്ധ റൊമനിക്കന്റെ, വിശുദ്ധ അഗസ്തീനോസിന്റെ, വിശുദ്ധ മോനിക്കാമറെ പ്രത്യേക മധ്യസ്ഥം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവേ വിശുദ്ധരെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ കൃപ ഞങ്ങൾക്കിപ്പോൾ നേടി തരണമേ. ഈ കൃപ ഞങ്ങൾ നേടി തരണമേ. ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടല്ലോ ഈശോയുടെ അടുത്ത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോരുത്തരും സ്തുതിക്കുകയാണ്, ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, രണ്ടാമതൊരു കൃപ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കാൻ കൃപ. കർത്താവെ പലപ്പോഴും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, അങ്ങേ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. കർത്താവ് വിശുദ്ധാത്മാക്കൾ ദൈവസ്നേഹത്തിന് അഗ്നി കൊണ്ട് ജ്വലിച്ചവരാണല്ലോ. ഓ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ മോനിക്കാമയോ, വിശുദ്ധ ഡൊമിനിക്കോ, വിശുദ്ധ ബർത്തലോമിയായോ ശിഷ്യനും എല്ലാം ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ചവരാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കുണ്ടായിരുന്ന കൃപ ഞങ്ങൾക്ക് കൊണ്ട് വാങ്ങിച്ചു തരണം. ഹല 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 ഹല. വിശുദ്ധ അൽഫോൻസ് നിഗോരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കൃപ, ദൈവസ്നേഹത്തിന്റെ കൃപ നിങ്ങൾ വിശുദ്ധരോട് ചോദിക്കുക, അവർ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കൃപ ഇപ്പൊ നിങ്ങൾ നിറയട്ടെ കർത്താവേ. ദൈവസ്നേഹത്തിന്റെ കൃപ, സുവിശേഷ മൂല്യം ജീവിക്കാനുള്ള കൃപ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവമേ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ, ലഭിക്കട്ടെ. ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ദൈവസ്നേഹത്തിൻ്റെ ഒരു അഗ്നി, അതുപോലെ തന്നെ വചനം അതുപോലെ പാലിക്കാൻ കൃപ. വചനം അതുപോലെ പാലിക്കാൻ കൃപ. കർത്താവേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് അർത്ഥം മനസ്സിലാക്കി ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വാഗ്ദാനങ്ങൾ നിറവേറാൻ ചെയ്യേണ്ടത്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ഈശോയുടെ വചനം വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട ജനത, വാഗ്ദത്ത ജനത. പഴയ ഇസ്രായേലിനെ കുറിച്ചുള്ള തിരുവചനമാണെങ്കിൽ പുതിയ ഇസ്രായേലായ നമ്മൾ അല്ലേ, സ്വർഗത്തിന്റെ വാഗ്ദാനം, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവര്, അവകാശമാക്കേണ്ടവര്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 145 സങ്കീർത്തനത്തിൽ 13 തിരുവചനം. നിങ്ങളും കൂടെ വചനം ഉറക്കെ വായിക്കുന്നത് ശരിക്കും വലിയ ഇഷ്ടമാവും. ഉറക്കെ അങ്ങ് വായിച്ചു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പം കർത്താവിനെ കുറിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പല വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഒരു കാര്യം കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് നിറവേറ്റിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യ മാതാപിതാക്കന്മാര് പാപം ചെയ്ത് അല്ലെങ്കിൽ അവർ സ്വർഗീയ ആവാസത്തിന് പുറത്തായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അല്ലേ? നിങ്ങൾ ചോദിച്ചേ, കാലഘട്ടങ്ങൾക്ക് ശേഷം
ആ വാഗ്ദാനം മുഴുവൻ കർത്താവ് നിറവേറ്റും. കർത്താവ് ഒരു വാഗ്ദാനം നൽകിയാൽ കർത്താവ് അത് നിറവേറ്റും, സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. Praise the Lord. 12-ാം സങ്കീർത്തനത്തിൽ 6-ാം തിരുവചനം, സങ്കീർത്തനം 12:6 നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ആവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. എന്തൊരു വചനമാണിത് അല്ലേ? അപ്പൊ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രത്യേകത അത് കളങ്കമില്ലാത്തതാണ്. നമ്മൾ കൊടുക്കുന്ന പല മോഹന വാഗ്ദാനങ്ങളും അങ്ങനെ നിർമ്മലമായിരിക്കണമെന്നില്ല. അതിനകത്തൊക്കെ പല ചതികളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദാനം അങ്ങനെയല്ല, അത് നിർമ്മലമാണെന്ന് മാത്രമല്ല, നിങ്ങളെ വചനം നോക്കിയേ, ഉലയിൽ 7 ആവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. ഇപ്പൊ സ്വർണ്ണമൊക്കെ ഇത്ര തവണ ശുദ്ധി ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചില പരസ്യം കാണാം. ഇത് 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത പോലെയാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളിൽ നിറവേറും. ബൈബിളിൽ തന്നെ മനോഹരമായ വചനം ജോഷുവയുടെ പുസ്തകത്തിലുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനം, ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി എന്ന് പറഞ്ഞാൽ, കുറച്ചൊക്കെ ഒരു 100 വാഗ്ദാനത്തിൽ ഒരു 19 എണ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയല്ല, ഒന്നഴിയാതെ എല്ലാം നിറവേറിയെന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെ ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് വാഗ്ദാനങ്ങള്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നീ വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിനക്ക് പറഞ്ഞ ചില പ്രോമിസസ് കഴിഞ്ഞില്ല. നമ്മൾ ധ്യാനം കൂടുമ്പോൾ ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുമ്പോൾ അനേകം പേര് നല്ല വിശുദ്ധിയിലും കൃപയിലും ഉള്ളവര് അവര് സ്റ്റേജിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ, സ്പിരിച്വൽ കേഡേഴ്സിന് ചെന്നപ്പോൾ ദൈവാത്മാവ് ചില വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ നിറവേറണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിറവേറുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ ധ്യാനവും ഓരോ ശുശ്രൂഷകളും ഓരോ ടോക്കുകളും ഒരു ഓർമ്മ പുതുക്കലാണ്. ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഏത് വാഗ്ദാനവും നമുക്ക് നിറവേറണമെങ്കിൽ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കണ്ടീഷൻ വിശ്വാസമാണ്. വിശ്വാസം ഉള്ളിടത്താണ് വാഗ്ദാനങ്ങളെല്ലാം നിറവേറുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കാണ് പെട്ടെന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ സംശയിക്കാതിരുന്നാലാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ വളരെ ക്ലിയർ ആവും. ഉദാഹരണം പറഞ്ഞാൽ, ദൈവാത്മാവ് നമുക്ക് തരുന്ന ഒരു മറ്റൊരു വ്യക്തിയിലൂടെ തരുന്ന ഒരു വാഗ്ദാനം. ഞാൻ ഓർക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ദൈവവിളിക്കുള്ളൊരു വിവേചനം എടുക്കാൻ വേണ്ടിയിട്ട് കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ പോയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കാണ്, അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേർന്നത്. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എൻ്റെ ഓർമ്മ. അവിടെ സ്പിരിച്വൽ ഗൈഡൻസ് നടത്തുന്ന ഒരു സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിച്ചെടുത്തൊരു വചനം തന്നു. യെശയ്യാ പ്രവചനം 49:6 ആ വചനം. ആ വചനം സ്ക്രീനിൽ വരില്ല, നമ്മുടെ സ്വന്തം വചനമാണ്. അതുകൊണ്ട് ആ വചനം ഇതാണ്: എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. അപ്പോൾ ഞാൻ ആ വചന സൃഷ്ടി തന്നത് ഞാനിങ്ങനെ ബൈബിളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കാണ്, തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ സമയത്ത് ഈ പട്ടത്തിന് കുറിയിലൊക്കെ വചനം എഴുതിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ മൊമെൻ്റോ കൊടുക്കുമ്പോൾ വചനം എഴുതും. അൽത്താരയിൽ അന്ന് എഴുതി വെച്ച വചനവും ഇതേ വചനം തന്നെയാണ്. ഇന്ന് ഞാൻ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വചനം അതേപടി നിറവേറി. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് മീഡിയ വഴിയും പല വഴിയും ദൈവത്തിൻ്റെതായ വഴികളിലൂടെ ദൈവം അങ്ങോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെറിയ കുഞ്ഞിട്ടോക്കൂടെ വന്നവർ കൂടി എല്ലാ മുക്കും മൂലയിലും ദൈവം എത്തിക്കുക. അപ്പം അതുകൊണ്ട് ദൈവം നമുക്കൊരു ഇപ്പോൾ വചനത്തിലൂടെ ദൈവം ഒരു കാര്യം പറയുകയാണ്, ഒരു സന്ദേശത്തിലൂടെ ദൈവാത്മാ ഒരു കാര്യം പറയുകയാണ്, രണ്ടും ഒരുമിച്ച് ഞാൻ പറയുകയാണ്. അതിനടിസ്ഥാനം അപ്പം ഞാൻ നോക്കി, അന്ന് ഞാൻ സെമിനാരി ചേരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ സെമിനാരി ചേരാൻ പോകുന്ന സമയത്ത് അങ്ങനെ വചനം ഞാൻ അന്ന് വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഞാനത് എഴുതി വെക്കുന്നത്, സൂക്ഷിച്ച് വെക്കുന്ന അവസാന പട്ടത്തിൻ്റെ സമയത്തൊക്കെ.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ ഉദാഹരണങ്ങൾ പറയും നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തിൽ വരുമ്പോൾ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ക്ലിയർ ആവും. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാം തിരുവചനം, അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുഗ്രഹിക്കുന്നവരാകണം നിങ്ങൾ. അവിടെ അബ്രാഹാം മുതൽ ഇസഹാക്ക് മുതൽ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെങ്ങനെയാ? വിശ്വാസം, ദീർഘക്ഷമ, കാത്തിരിക്കുകയാണ്. അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശികളായിട്ട് തീർന്നു. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ, അതൊരു വിശ്വാസത്തിന്റെ ഒരു സംഗതിയാണത്. ഒരു വിശ്വാസത്തിൽ അപ്പം നമ്മൾ സംശയിക്കരുത്. അപ്പോൾ വചനത്തെ സംശയിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ചില വ്യക്തികൾ പ്രാർത്ഥിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ സംശയിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ സംശയിക്കരുത്. അങ്ങനെ വിശ്വസിക്കണം. അപ്പോഴാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് പിന്നെ സെമിനാറിലൊക്കെ ചേർന്ന് അതിനുശേഷം റീജൻസി ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ കൂടെയാണ് ഞാൻ റീജൻസി ചെയ്യുന്നത്. അങ്ങനെ റീജൻസി ചെയ്യുന്ന സമയത്ത് ക്രിസ്ത്യൻ ധ്യാനം ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയ്യോളിൽ എന്ന സ്ഥലമൊന്നുമില്ല, CMS ക്രിസ്ത്യാനിൻ്റെ സ്കൂളിലാണ് ക്രിസ്ത്യൻ ധ്യാനമൊക്കെ നടത്തുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ ധ്യാനത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം ഓർക്കാണ്. അന്ന് ഞാൻ ഓർക്കാണ് നമുക്ക് തന്നെ ദൈവകൃപകളോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യമില്ല. അന്ന് പിന്നെ എന്നെ ശുദ്ധിന് വേണ്ടിയിട്ട് അച്ഛൻ നിയോഗിച്ചു. ഈ കുട്ടികളുടെ സ്പിരിച്വൽ ഗൈഡൻസ് നടത്താൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടികളൊക്കെയാണ്, അവർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനാണ് കണ്ണടിച്ചാൽ ഇരുട്ട് മാത്രമേ കാണുള്ളൂ, വേറൊരു സംഗതിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടി വന്ന്, ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം ഞാൻ പറഞ്ഞ കുട്ടിയോട് സ്തുതിച്ചോളാൻ പറഞ്ഞ കുട്ടിയെ സ്തുതിക്കുന്നു, ഞാൻ സ്തുതിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ കണ്ടു. അപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ഗ്രഹം ഇത് എന്ത് ചെടിയാണ്, ഞാൻ ഇന്നേ വരെ ജീവിതത്തെ കണ്ടിട്ടില്ലാത്ത ചെടിയാണ്. നമ്മൾ കാപ്പിയുടെ ചെടി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചേന കണ്ടിട്ടുണ്ട്, ഇതൊക്കെ പല. പക്ഷേ ഇങ്ങനത്തെ ഈ ഇല യാതൊരു പരിചയമില്ലാത്ത. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചു, അത് കുട്ടി നിൻ്റെ വീട്ടിൽ എന്താണ് കൃഷി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഏലമുണ്ട്, പിന്നെ കുറച്ച് അങ്ങനത്തെ പല കൃഷി കാര്യങ്ങളും പറഞ്ഞു. വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്കിങ്ങനെ ചോദിക്കാൻ ഒരു തോന്നൽ വരികയാണ്. ആ തോന്നൽ ഞാൻ അനുസരിച്ചു. വീട്ടിൽ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് ഒരു സങ്കടം ഉണ്ടല്ലോ എന്നിങ്ങനെ ഈശോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു വെച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ കുട്ടി കരഞ്ഞ് ചോദിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ അപ്പന് കഞ്ചാവിൻ്റെ കൃഷിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ കഞ്ചാവ് ചെടി കണ്ടിട്ടില്ല. ഞാൻ ഓർക്കണം, ഞാനന്ന് സെമിനാരി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ദൈവാത്മാവ് നൽകുന്ന ഒരു സന്ദേശത്തെ നമ്മൾ സംശയം കൂടാതെ അനുസരിച്ച് കഴിയുമ്പോൾ അവിടെ ദൈവത്തെ ചില ഇടപെടലുകൾ നടക്കാം. അപ്പോൾ എനിക്ക് വല്ല സന്ദേശം ഉണ്ടെന്നുള്ള ഞാൻ അത്ര ചെറുപ്പത്തിൽ ഇതായിരുന്നു അതൊന്നും കാണിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചില പ്രചോദനങ്ങളെ പോലും നമ്മൾ അവിശ്വസിക്കരുത്. ചിലപ്പോൾ അതിനകത്തൊക്കെ നോക്കിയേ, ആ കുട്ടിയോട് ചോദിച്ചോ നമുക്കൊന്നും മനസ്സിലായില്ല, അവർക്ക് മനസ്സിലായില്ല, സംഗതി വിട്ടുപോയി. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞതിനകത്ത് തെറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയെന്ന് അടുത്ത വിഷയമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ വചനങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശങ്ങളും പരിശുദ്ധാത്മാവിനെ പ്രേരിതരായ വ്യക്തികൾ നൽകുന്ന സന്ദേശങ്ങൾ നിറവേറണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭാവനയെ കാണണം. വി ഹാവ് ടു വിഷ്വലൈസ് അവർ ഫെയ്ത്ത് എന്ന് പറയും. വിശ്വസിക്കുന്നത് നീ ഭാവനയിൽ ഇങ്ങനെ കാണണം, സംഭവിക്കുന്നത് കാണണം, കണ്ടവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 22-ാം തിരുവചനം, ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർവ്വ യോസേപ്പ് മരിക്കുന്ന സമയത്ത് അതിന് മുമ്പ് പറഞ്ഞേൽപ്പിക്കുകയാണ്. നമ്മൾ കാരണവന്മാർ മരിക്കുന്ന സമയത്ത് എന്നെ ഇന്നുപോലെ അടക്കണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ കൃത്യം. കാരണം എന്താ, ഇതിന് ശേഷം മറ്റൊരു കാര്യം സംഭവിക്കും, ഇവരിവിടുന്ന് മോചിതരാകും, കാനാൻ ദേശത്തേക്ക് മാറ്റപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോണ സമയത്ത് എൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് അങ്ങോട്ട് കണ്ടങ്ങോട്ട് പറയുകയാണ്, വിശ്വാസത്തിൽ അങ്ങോട്ട് കാണുവാണ്. ഞാൻ ഓർക്കാണ്, വിശുദ്ധ മദർ തെരേസയെ കുറിച്ച് പറയപ്പെട്ട ഒരു സംഭവം ഞാൻ കേട്ടിരിക്കുന്ന ഓർക്കാണ്.
വിശുദ്ധ മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മദർ തെരേസ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോൺവെൻറ്റ്, അതായത് അവരുടെ മദർ തെരേസയുടെ അല്ലെങ്കിൽ അവരുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തു നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ദേശത്തു നിന്ന് പോരുന്നതിന് മുൻപ് അവിടെ എവിടെയെങ്കിലും ആരും കാണാതെ അത്ഭുതമടൽ മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം ഇങ്ങനെ കുഴിച്ചിട്ടും ഒരു സമയം കഴിയുമ്പോൾ മദർ തെരേസയുടെ അല്ലെങ്കിൽ അവരുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു കോൺവെൻറ്റ് അവിടെ വരുമെന്ന് ജീവചരിത്രം അങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം പലരും പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. അത് നിങ്ങൾ വിശ്വസിക്കുകയാണ്, അത് വിശ്വസിക്കുന്നവരുടെ ഭാവനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഡീക്കനായിരുന്ന സമയത്ത് പട്ടം കിട്ടാൻ പിന്നെ 1 വർഷം കൂടെ സമയമുണ്ട്. അന്ന് വടവാസിനാലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ആലുവ ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഒരു 1 ഡേ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ പ്രദേശവും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് മറൈൻ ഡ്രൈവിലുള്ള വലിയ കൺവെൻഷൻ, നായിക്യം പറമ്പലച്ചൻ പനക്കലച്ചനൊക്കെ നടക്കുന്ന അന്നത്തെ കാലത്തുള്ള പവർഫുൾ കൺവെൻഷൻസാണ്. തലവാതിലുകളൊക്കെ എഴുന്നേക്കുന്ന ആദ്യ കാലത്തെ ഒരു കൺവെൻഷനാണ്. അങ്ങനെ കൺവെൻഷൻ നടക്കുന്ന ആ ഗ്രൗണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട്, കൺവെൻഷൻ ഓൾറെഡി കഴിഞ്ഞു, സ്റ്റേജ് പൊളിച്ചിട്ടില്ല, പന്തൽ പൊളിച്ചിട്ടില്ല, ഇങ്ങനെ ഫ്രീ ആയി കിടക്കാം. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം തരികയാണ്. അപ്പം ഞാൻ എൻ്റെ ബാച്ചുകാരനെ വിളിച്ചു. ആ ബാച്ചുകാരനെ വിളിച്ചത് നമുക്ക് ആ കൺവെൻഷൻ്റെ പന്തലിലൊന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ സ്റ്റേജിൽ കയറാൻ തോന്നല്ലേ, ആ സ്റ്റേജിൽ കയറി ഞാനൊരു കുരിശ് ആ സ്റ്റേജെ വരച്ച് കർത്താവേ, ഈ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ കർത്താവേ 10,000 വചനം പ്രഘോഷിച്ച് കഴിഞ്ഞതിന് ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്തിനു പറഞ്ഞ സഹോദരങ്ങളെ, ആ വർഷം ഡിസംബറിൽ എനിക്ക് പട്ടം കിട്ടി. ജനുവരി മാസത്തെ കൺവെൻഷൻ ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചനായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളി ആയിട്ടില്ല, അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞ്. ഇപ്പം ഞാൻ വിചാരിച്ച വലിയ ആൾക്കാരെ കണ്ട് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 ടോക്കൺ കണ്ട് ആ കൺവെൻഷൻ ഞാൻ എടുത്ത് ഓർക്കുകയാണ്. പട്ടം കിട്ടി ആദ്യത്തെ മാസമാണ്. നമുക്കെന്താ മുടക്ക്, ഒരു കുരിശ് വരാം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറണമെങ്കിൽ 3-ാമത്തെ കാര്യം, വലിയൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം തിരുവചനം നിങ്ങളോട് ചേർന്ന് വായിച്ചോ. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വീഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വ്യാഖ്യാനം ഒരു പുതിയ അഭിഷേകമാണ്. കുടമെന്ന് പറഞ്ഞ വാക്കിന് ബൈബിളിൽ ഹൃദയം എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് പുതിയ അഭിഷേകം ഒരു പുതിയ കുടത്തിലാണ്, ഒരു പുതിയ ഹൃദയത്തിലാണ് നൽകപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറണമെങ്കിൽ ഇപ്പൊ ദൈവം നിന്നെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് നല്ല അനുഭവമാണ്. ഞാൻ പണ്ടത്തെ ഒരു അഭിഷേകത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ സന്ദേശങ്ങൾ പറഞ്ഞ കാര്യം. പക്ഷേ അതെല്ലാം നിറവേറണമെങ്കിൽ അതിനനുസരിച്ചൊരു വിശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴേ അത് നിറവേറുള്ളൂ. അല്ലാതെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയായിരുന്നെന്ന് പറഞ്ഞ് ലക്കും ലഗാനം ഇല്ലാതെ ജീവൻ നയിച്ചാൽ ഒരു വാഗ്ദാനം നിറവേറില്ല, ഉള്ളതും കൂടെ പോയി എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം വരണം. അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വന്ന് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, സഹനശക്തി ഇല്ലാതെ വാഗ്ദാനങ്ങൾ നിറവേറാൻ അത്ര എളുപ്പമല്ല. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന് 36-ാം തിരുവചനം വായിക്കാവോ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് വാഗ്ദാനം നിറവേറണമെങ്കിലും വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്ന ഭാവനെ കണ്ടാൽ മാത്രം പോരാ, വിശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, പിന്നെയോ ഒരുപാട് സഹനശക്തി നമുക്ക് ആവശ്യമുണ്ട്. ഈ സഹനശക്തി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് റോമാലേഖനം 5:4 എന്നാൽ നിരവധി കഷ്ടതകളിലൂടെ പോകുമ്പോഴാണ് നിനക്ക് സഹനശീലവും അങ്ങനെ ഒരു സഹനശക്തിയും ആത്മധൈര്യവും ഒക്കെ നിനക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ അതുപോലെ സഹനത്തിലൂടെ കടന്നു പോകണം, അതുപോലെ ഒരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം. പൂർവ്വ ജോസഫിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കിയേ. ആകെ ഒരു സ്വപ്നം കണ്ട് സൂര്യചന്ദ്രന്മാർ കുമ്പിടുന്നു, നക്ഷത്രങ്ങൾ കുമ്പിടുന്നു, കറ്റകൾ കുമ്പിടുന്നു. എന്തൊരു സഹനത്തിലൂടെ കടന്നുപോയത്, എന്തൊരു വിശുദ്ധീകരണത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ വിശ്വാസം പതറിപ്പോയില്ല, അത് കണ്ട് വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം,
അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. വെറുതെ കാത്തിരുന്നാൽ പോരാ, ശരിക്കും അതുപോലെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അതായത് ഓരോ വാഗ്ദാനങ്ങളുടെ നിറവേറലിന് ഒരു വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ് ആവശ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 28-29 തിരുവചനങ്ങൾ. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഇനി എന്തായിരുന്നു വാഗ്ദാനം? ലൂക്ക 2:26, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ശിമയോൻ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു, കർത്താവിന്റെ അഭിഷേകത്തിനെ കാണും. അപ്പൊ അതുവരെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം തക്ക സമയത്ത് അനുസരിച്ച് ദേവാലയത്തിൽ ചെന്ന ശിശുവിനെ കയ്യിലെടുത്ത് വാഗ്ദാനം നിറവേറെന്ന് പറയുക. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുമേ. ഹെബ്രായർ 6:15, അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിച്ചു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആറാമത്തെ കാര്യം ഇതാണ് സഹോദരങ്ങളെ. ആറാമത്തെ കാര്യം ഇതാണ്, ഓരോ സമയത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളെ അതിജീവിച്ചു കൊണ്ടിരിക്കണം. 105-ാം സങ്കീർത്തനത്തിൽ 19-ാം തിരുവചനം, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എന്താണെന്നറിയാവോ, പരീക്ഷണം വരുമ്പോഴും സഹനം വരുമ്പോഴും വിശദീകരണത്തിൽ ലെവൽ വരുമ്പോഴത്തേക്കും ബാക്കി 2-3 മണ്ഡലങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഭാവനയെ കാണാൻ പോരാ, അതിനപ്പുറത്തേക്ക് പിടിച്ചു കയറുന്ന സഹോദരങ്ങളെ. ഫൗസ്തീനയുടെ ഡയറിയിൽ ഇങ്ങനെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ പ്രധാന കൃപകൾക്കും മുൻപായി ക്ഷമയുടെ പരീക്ഷണത്തിലൂടെ എൻ്റെ ആത്മാവ് കടന്നു പോകുന്നു, എനിക്ക് കൃപ അറിയാൻ സാധിക്കുന്നു, എന്നാൽ അത് കരസ്ഥമാകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഉള്ളം അക്ഷമയാൽ എരിയുകയാണ്. ഫൗസ്തീന പറയുകയാണ്, അതൊക്കെ സംഗതി കൃപ വരുന്നു, ഇത് വാഗ്ദാനമാണ്, എല്ലാം അറിയാം, പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, ഒരുപക്ഷെ ഈ കേട്ട എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് പല പ്രാവശ്യം എടുത്ത് കേൾക്കണം. അങ്ങനെ പല പ്രാവശ്യം എടുത്ത് കേട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് അഭിഷേകം പ്രാപിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾ ചോദിച്ചാൽ കർത്താവ് എല്ലാം നമുക്ക് തരും. സ്വർഗസ്വനായ പിതാവിന് ഇഷ്ടമാണ് തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, എഴുതപ്പെട്ട വാഗ്ദാനങ്ങൾ പൂർത്തിയാകാൻ നമ്മുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. നമുക്ക് നല്ല വിശ്വാസം വേണം, നമ്മൾക്ക് വിശ്വസിക്കുന്ന ഭാവനയെ കാണണം. പോരാ, നല്ലൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പോരാ, സഹനങ്ങളിലൂടെ കടന്നു പോകണം, നല്ല ഒരു ക്ഷമയുടെ പരീക്ഷണത്തിലൂടെ എല്ലാം കടന്നു പോകണം. നമുക്ക് പ്രാർത്ഥിച്ചാൽ കർത്താവ് ആ സമയങ്ങളിലെല്ലാം നമുക്ക് വേണ്ട കൃപകൾ തരും. പ്രാർത്ഥനയിലൂടെയാണ് ചെറിയ കൃപകൾ പോലും വർഷിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിലും CCCയിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് നൽകപ്പെടുന്നത്. നമുക്ക് ഹൃദയം തുറന്ന് ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കാം. സഹന ശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. സഹനശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ, ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ, വിശുദ്ധിയാലെ എന്നെ നയിക്കൂ, ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ, വിശുദ്ധിയാലെ എന്നെ നയിക്കൂ, ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ, വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ, വലിയ സഹനശക്തി കൊണ്ട് നിറയട്ടെ, വലിയ കൃപാവരങ്ങൾ കൊണ്ട് നിറയട്ടെ, വാഗ്ദാന
അനുഗ്രഹം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന,